ഇന്ന് വൈകുന്നേരത്തെ ചായയോടൊപ്പം ദേ ഇതുപോലെ നല്ലൊരു അവൽ വരട്ടിയതങ്ങായാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അവലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്ത അവലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കപ്പലണ്ടിയും പൊരിക്കടലയും ഒന്ന് വറുത്തെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന നേരത്ത് നമുക്കതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി കൂടി ഇട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ തിരിങ്ങിയതും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങയിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി, അധികം മൂത്ത് പോകണ്ട. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര ഒറ്റനൂൽ പരുവമാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചതും കൂടെ തന്നെ കപ്പലണ്ടി വറുത്തതും പൊരിക്കടല വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് അവൽ വറുത്ത് വെച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അവലിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ശർക്കരയൊക്കെ ഒന്ന് പിടിക്കണം. അതിനിടയ്ക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് തണുത്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ കുറേ ദിവസം കേടുകൂടാതെ ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.